സൂപ്പർ പടം, അടിപൊളി. നെവിൻ, അതാണ് ഞാൻ പറഞ്ഞത്, നിവിൻ പോളി ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണെന്ന് യാതൊരു സംശയം വിചാരിക്കേണ്ട. അതായത് ലാലേട്ടൻ കഴിഞ്ഞാൽ ഇത്രയും കുടുംബ പ്രേക്ഷകരെ സ്വാധീനിക്കുന്ന ഒരു നടൻ മലയാളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഭയങ്കര അറിയില്ല സത്യം പറ, ഞാൻ നമ്മുടെ ആളുകൾ തന്നെയായിരുന്നു എല്ലാവരും. പിന്നെ ഇതൊരു മെജോറിറ്റി ഓഡിയൻസ് ഒരു ഉച്ച കഴിയുമ്പോഴാണ് ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ളതും കുറച്ചും കൂടി എന്താ പറയാ, നമ്മളോടുള്ള സ്നേഹമൊന്നും ഇല്ലാതെ സിനിമയോടുള്ള സ്നേഹം കൊണ്ടുള്ള ആൻസേഴ്സ് കിട്ടുള്ളൂ. പ്രേക്ഷകർ ഒരുപോലെ ഇതുവരെ കണ്ടിട്ടുള്ള സംഗീതമല്ല കണ്ടത്, ശരിക്കും ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷം. ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു, കാരണം നമ്മൾ ട്രൈ ചെയ്യാണ്, നമുക്കറിയില്ല ഇത് എത്രത്തോളം ശരിയായിരുന്നു, വർക്കിംഗ് ആണ് എന്നുള്ളത് ഇനി നിങ്ങളൊക്കെ വേണം പറയാൻ. അപ്പോൾ ആദ്യത്തെ ഒരു 5 പേര് പറഞ്ഞത് കേട്ടിട്ട് മനസ്സറിഞ്ഞു, ഇനി അത് എത്ര പേര് പറയും നോക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഹ്യൂമർ ചെയ്യുമ്പോൾ ഡയലോഗ് ഡെലിവറി ആയിരിക്കുമല്ലോ ഒരു ഇമോഷൻ ചെയ്യുമ്പോൾ, അപ്പൊ അതിന്റെ എങ്ങനെ മീറ്റർ കാര്യങ്ങളൊക്കെ പിടിക്കാന്നുള്ളത്. മീറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് ഒരു ടാസ്ക് കൂടെ ഉണ്ടായിട്ട് വാൻഡ്രം സ്ലാങ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ ഭയങ്കര കൊച്ചിയാ, വൈപ്പിനാണ് സ്ഥലം, അപ്പൊ അതിന്റെ ഒരു ആക്സെന്റ് കിടക്കുന്നുണ്ട്, അത് കട്ട് ചെയ്യാന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക് ആയിട്ട് ആദ്യം മുതലേ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് അതൊക്കെ അറിയില്ലായിരുന്നു ഞാൻ ചെയ്തേക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഞാൻ ട്രിവാൻഡ്രത്തുള്ളവരോടൊക്കെ ഈ സിനിമ കണ്ടവരോടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് പരിപാടി, ആക്സെന്റ് എന്താണ് അവസ്ഥ എന്നൊക്കെ ഉള്ളത്. അതൊന്നും എനിക്കിപ്പോഴും അറിയില്ല, ഞാൻ പുറത്തുനിന്നാണ് ഇത് ചെയ്തിട്ടുള്ളത്.